ഗ്രന്ഥകാരിയുടെ മറുപടിയാണ് അടുത്തത്. നമ്മുടെ ഗ്രന്ഥകാരി എപ്പോഴും ജനങ്ങൾക്കിടയിലാണ്, ഈ വേദിയിൽ ഇരിക്കില്ല. ഒരമ്മയുടെ ഹൃദയ സാന്നിധ്യം നിറഞ്ഞു തുറക്കുന്ന ഒരു ഗ്രന്ഥം നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷീബത്ത് ആത്മാർത്ഥമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ കരുത്തും സൗന്ദര്യവും വിളിച്ചറിയിക്കുന്ന നമുക്കേവർക്കും പ്രിയപ്പെട്ട ഷീബ അമീർ അവരെ മറുപടി പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുക. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളായിട്ടുള്ള അശ്വിൻ, രേഷ്മ, ആ കുട്ടികൾ കുറച്ച് ദിവസം മുമ്പേ എന്നെ കാണാൻ വന്നപ്പോൾ അവനിങ്ങനെ തൊട്ടിട്ട് കുറേ കാര്യങ്ങൾ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അവൻ എന്നെ തൊട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ സോലസിൻ്റെ യൂത്തിൻ്റെ ഗ്രൂപ്പിൽ അശ്വിൻ അതിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. എൻ്റെ ചുറ്റുമുള്ള എന്നെ നിറകണ്ണുകൊണ്ട് കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ ഇത്ര വേഗം എന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ഞാൻ അതിശയിച്ചു. അത്രയ്ക്കധികം ആ കുട്ടിക്ക് ഒരു അരമണിക്കൂർ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേനും ആ ഫീൽ ചെയ്ത് നമ്മൾ അകക്കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് എനിക്ക് തോന്നിയതാണ്. അതുപോലെ തന്നെയാണ് രേഷ്മ എന്ന് പറഞ്ഞ കുട്ടി മുന്നിൽ വന്നപ്പോൾ തൊട്ടിരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിതിൻ്റെ ആമുഖമായിട്ട് എഴുതിയിട്ടുണ്ട്. പുസ്തകം ഇത് 5ാമത്തെ പുസ്തകം. ഈ 5 പുസ്തകവും സംഭവിച്ചു പോയതാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ പുസ്തകം എഴുതാൻ സമയം കിട്ടിയതെന്ന് ചോദിച്ചാൽ, ഞാനങ്ങനെ പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ടോ? പലപ്പോഴും പല ആവശ്യങ്ങൾ വരുന്ന സമയത്ത് കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ചില വളരെ അസ്വസ്ഥമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഫുൾ ടൈം ഈ സുഖമില്ലാത്ത കുട്ടികളുടെ ഒപ്പമാണ്, ആ കുടുംബത്തിൻ്റെ ഒപ്പമാണ്. അതല്ലാതെ വേറെ ഒന്നിനും സമയം കാണാൻ പറ്റുന്നില്ല. പക്ഷെ ചില കാര്യങ്ങളിലേക്ക് ചാടിപ്പടഞ്ഞ് ഇറങ്ങിച്ചെന്ന് അതിനെ ശരിയാക്കണമെന്ന് തോന്നുന്നൊരു മനസ്സ് എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ചില ശരികേടുകളോട് രാജിയാവാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ എഴുതിപ്പോയ പല കുറിപ്പുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ. ഞാൻ തമാശയ്ക്കെന്ന് പറയുന്ന പോലെ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ പണ്ട് ഇറാഖ് യുദ്ധമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന്. ഞാൻ അവിടെ പോയിട്ട് ഞാൻ അമേരിക്കൻ പ്രസിഡൻറ്റിനോട് സംസാരിച്ചതൊക്കെ വേണ്ടാന്ന് വെക്കുമായിരുന്നു എന്ന് വിചാരിക്കുന്നൊരു മനസ്സിൽ നിന്നാണ്, അതുപോലെയുള്ള ഒരു മനസ്സിൽ നിന്നാണ് എൻ്റെ ഈ കുറിപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നാളെ ഞങ്ങളുടെ സോലസിൻ്റെ ട്രസ്റ്റ് മീറ്റിംഗ് ആണ്. ആ ട്രസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ 1-ാം തീയതി, മെയ് 1-ാം തീയതി ഞങ്ങളുടെ ആനുവൽ ജനറൽ ബോഡിയാണ്. ആനുവൽ ജനറൽ ബോഡി ഞങ്ങളുടെ ട്രെയിനിങ് പ്ലസ് ആനുവൽ ജനറൽ ബോഡിയാണ്. അതിലൊരുപാട് കാര്യങ്ങൾ നാളത്തെ ട്രസ്റ്റ് മീറ്റിങ്ങിൽ തീരുമാനിക്കാനുണ്ട്. അതാണ് ഇവിടെ നിൽക്കുമ്പോഴും ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന നിമിഷം വരെയും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് ഞാൻ ഇവിടെ പറയേണ്ട യാതൊരു പ്രസക്തിയുമില്ല. പക്ഷെ ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നാളത്തെ ട്രസ്റ്റ് മീറ്റിങ്ങിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യം സോലസ് കൊല്ലത്തും കോട്ടയത്തും തുടങ്ങുക എന്നുള്ളതാണ്. എന്തിനാണ് സോലസ് കൊല്ലത്തും കോട്ടയത്തും തുടങ്ങുന്നത് എന്ന് എന്നെ പരിചയമുള്ള എല്ലാവരും ചോദിക്കും. എന്താ വെച്ചാൽ അത്ര 30 മണിക്കൂർ കിട്ടിയാലും തികയാത്ത അത്രയ്ക്കും തിരക്കാണ് എനിക്ക്. പക്ഷെ അത് തുടങ്ങാത്തിടത്തോളം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം ഇന്ന് സോലസിനെ സഹായിക്കാൻ അമേരിക്കയിൽ നിന്നും കുറേ ആളുകൾ നമുക്ക് പണം തരുന്നുണ്ട്. ആ പണം തരുന്നവരുടെ മുഴുവൻ അവർ അധികവും താമസിക്കുന്നത് കൊല്ലത്തും കോട്ടയത്തും ഒക്കെ ഉള്ള ആ ഭാഗത്തുള്ള ആളുകളാണ്. അപ്പോൾ സോലസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് ഓരോ ജില്ലകളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം അതത് സ്ഥലങ്ങളിലെ മനുഷ്യരുടെ നന്മ കൊണ്ട് അതത് ആ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ റെസ്റ്റ്ലെസ് ആണ്. അതല്ലാത്തിടത്തോളം അവരുടെ അടുത്ത് നിന്ന് പണം വാങ്ങി നമ്മുടെ ചുറ്റും ഇവിടെയൊക്കെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നടത്തുമ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ആ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി തന്ന പണം അവിടെ ചെലവാക്കേണ്ടതാണ് എന്ന് അസ്വസ്ഥമാകുന്നൊരു മനസ്സ് എനിക്ക് നിരന്തരമുണ്ട്. ഇത് നാളത്തെ ട്രസ്റ്റ് മീറ്റിങ്ങിൽ പറയുമ്പോഴും തന്നെ ഇനിയും എന്തിനാണ് ഷീബ ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത് ചോദ്യം വരും. പക്ഷെ അതല്ലാതിരിക്കാൻ പറ്റാത്തൊരു മനസ്സുള്ളത് കൊണ്ടാണ്
ഈ എഴുതിപ്പോയതും സോലസ് തുടങ്ങിയതും ഒക്കെ, അതായത് നമ്മൾ അതിനോടുള്ളൊരു ഉത്തരവാദിത്വ ബോധമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നർത്ഥം. ഞാൻ ഈ പുസ്തകത്തിനെ കുറിച്ച് ഒരു അവകാശവാദവും എനിക്ക് പറയാനില്ല. ഇന്ന് ഇവിടെ അധ്യക്ഷത വഹിച്ച കിട്ടേട്ടൻ, കൃഷ്ണൻ നായർ മാഷി, ഞാൻ കിട്ടേട്ടൻ എന്ന് വിളിക്കുന്ന കിട്ടേട്ടൻ എന്നോട് പറഞ്ഞു, പുസ്തകം മുഴുവൻ വായിച്ചു മോളെ, ഞാൻ ഇത് നല്ല അസൽ ബുക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ കരഞ്ഞു. കാരണം എനിക്ക് ഓർമ്മ വന്നത്, കുട്ടിയായിരിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കിട്ടേട്ടൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടൈം കളിച്ച് നടക്കുന്ന, ഒരിക്കലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത, പരീക്ഷ പോലും ബോറടിച്ച് എഴുതാതെ മോളിൽ നിന്നൊരു വരച്ച് ഇറങ്ങി വന്ന് എല്ലാ ദിവസവും വൈകുന്നേരം കിട്ടേട്ടൻ്റെ അടുത്ത് നിന്ന് വഴക്ക് കേട്ട് ഉമ്മാടെ അടുത്ത് നിന്ന് അടി കിട്ടി. ആ അടി കിട്ടുമ്പോൾ പിണക്കം തീർക്കാൻ കിട്ടേട്ടനും ഇന്ദ്രേശിയും വന്ന് വാരിത്തരുന്ന ഒരു ഉരുള ചോറ്. ഞാൻ എഴുതിയ പുസ്തകത്തിനെ കുറിച്ച് കിട്ടേട്ടൻ പറയുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം, അത് അപ്പം അത്രയൊക്കെ ഉണ്ടോ ആ പുസ്തകമെന്ന്. ഇത്രയും ഒരു ബാപ്പ വിളിക്കുന്ന പേര് വെട്ടിക്കൂഷ്മാണ്ഡം എന്നാണ് എന്നും എന്നെ വിളിച്ചിരുന്ന പേര്. ഞാൻ തന്നെ ആലോചിച്ചു, കിട്ടേട്ടൻ്റെ അധ്യക്ഷതയിൽ സാനുമാഷ് എനിക്ക് പിതൃതുല്യനാണ്. സാനുമാഷിനെ ഇത്ര ദൂരം വരുത്തുന്നത് ശരിക്കും ശരികേടാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ എന്നാലും സാനുമാഷ് ഉള്ളപ്പോൾ സാനുമാഷ് അല്ലാതെ വേറെ ആരും ഇത് പ്രകാശനം ചെയ്യേണ്ടെന്ന് തന്നെയാണ് മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുനിൽ പി ഇളയിടം എന്ന് അത്രയും പ്രഗത്ഭനായിട്ടുള്ള, എല്ലാവരും കേൾക്കാൻ എത്ര സ്ഥലങ്ങളിൽ നിന്നും ഓടി വരുന്ന ഒരു മനുഷ്യനാണ്. സുനിലിനെ കേൾക്കാൻ എത്ര ജനങ്ങളാണ് ഓടി വരുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് ഈ പുസ്തകം സ്വീകരിപ്പിക്കാൻ പാടുമോ എന്ന് ഞാൻ ആലോചിക്കാനായിട്ടല്ല, പക്ഷെ സുനിലിന് അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാത്രമല്ല, സാനുമാഷ്ട കയ്യിൽ നിന്നല്ലേ, എൻ്റെ പുസ്തകമല്ലേ, അത് സുനിൽ സ്വീകരിച്ചുകൊള്ളും എന്നൊരു ധൈര്യത്തിലാണ് ഞാൻ സുനിലിനെ വിളിച്ചത്. പിന്നെ മ്യൂസ്, അവളെന്നോട് വളരെ അടുത്ത കൂട്ടുകാരിയാണ്. അവൾ പറഞ്ഞത് മാത്രം ഞാൻ കേട്ടിട്ടില്ല, അത് ഞാൻ ഇതിൽ കേൾക്കും. ഞാൻ എന്ത് നന്നല്ലെങ്കിൽ നന്നല്ല എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരിയാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അവൾക്ക് എന്നെ പറയുന്നു, നിൻ്റെ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ തന്നെ പറയുമെന്നുള്ളത്. ഇവിടെ പലരും GK ഒക്കെ മ്യൂസ് മേരി പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം മ്യൂസ് വരേണ്ടതായിരുന്നു, അന്ന് അവൾക്ക് വരാൻ പറ്റിയില്ല, വീണ് കാലിന് പ്രശ്നമായി. അവൾ വന്നിവിടെ പറഞ്ഞു. ആഷിംഖാനെ പറയാതിരിക്കാൻ വയ്യ, ആഷിംഖ് ഇവിടെ അതെന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ആഷിംഖ ആദ്യം എന്നെ കണ്ട് വർത്തമാനം പറഞ്ഞു പോകുന്ന ദിവസം, അത് ആഷിംഖ പറഞ്ഞോന്ന് എനിക്കറിയില്ല, എൻ്റെ ആയുസ് കൂടി നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ അതുകൂടി ഞാൻ തന്നു പോകുന്നു എന്നാണ് ആഷിംഖ എന്ന പുസ്തകത്തിൽ എഴുതി തന്നു പോയത്. അത്രയധികം വിചാരങ്ങളോട് സാമ്യപ്പെടുന്ന, റൂമി അത്രയധികം എന്നെ ആഷിംഖാനെ സ്വാധീനിച്ച ഒരാളാണ്. ഞാൻ ദുഃഖത്തെ സുഖം പോലെ കൊണ്ട് നടക്കാൻ ശീലിച്ചത് ജലാലുദ്ദീൻ റൂമിയെ വായിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഖലീൽ ജിബ്രാനെ വായിച്ചിട്ടാണ്. ഇപ്പോഴും നമുക്കൊരു സങ്കടം വന്നാൽ വായിക്കുന്ന 3 പുസ്തകം ജിബ്രാൻ അല്ലെങ്കിൽ റൂമി അല്ലെങ്കിൽ ടാഗോറാണ്. അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് മോചനമില്ല എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അങ്ങനെയുള്ള ആഷിംഖ, പിന്നെ ഗോപാലകൃഷ്ണ മാഷ് പറഞ്ഞല്ലോ, ഈ സെക്യുലർ ഫോറത്തിൻ്റെ പ്രോഗ്രാമിലാണ് ഞാൻ ഈ പന്തം പിടിച്ചത്. അന്ന് ഞാനിങ്ങനെ കുറച്ച് പിന്നോട്ട് നിന്നു. സോലസിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്, പന്തം പിടിച്ച് നിൽക്കാൻ പറ്റായ്കയുണ്ട്. എന്നാലും പന്തം പിടിച്ചു പോയി. അത് അത്രയധികം സങ്കടപ്പെട്ട സമയമാണ് നമ്മൾ ഗൗരി ലങ്കേഷിനെ വെടിവെച്ച സമയത്ത്. നമുക്ക് അതിനോടൊന്നും പ്രതികരിക്കാതിരിക്കാൻ പറ്റായുണ്ട്. അങ്ങനെ പിടിച്ചുപോയ പന്തമാണ് അത്. അഷ്കറാണ് ആ ഫോട്ടോ എടുത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് തന്നെ ഉണ്ണികൃഷ്ണനാണ്, അഷ്കറിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ കവർ വരച്ചത് പ്രജിലാണ്. പ്രജിൽ കവർ വരയ്ക്കണമെന്ന് പറയുമ്പോൾ അത്ര സന്തോഷം തോന്നിയിരുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി ഡേവിസിൻ്റെ ഒരു വലിയ വിചാരമാണ് ഈ പുസ്തകമാവുക എന്നുള്ളത്. ഡേവിസിനോട് ഒരുപാട് സ്നേഹവും നന്ദി എനിക്കിതിൽ പറയാനുണ്ട്. ഡേവിസിൻ്റെ ഒരു ആമുഖമുണ്ട്, ഒരു പിതൃവാത്സല്യം കണക്ക് തോമസ് മാത്യു അങ്കിളിൻ്റെ ഒരു കുറിപ്പുമുണ്ട്. തോമസ് മാത്യു അങ്കിളിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, കാരുണ്യം നിറയട്ടെ എന്ന് പറഞ്ഞിട്ട്. അതിനേക്കാളൊക്കെ ഉപരി ഈ പുസ്തകം ഇത്ര ഭംഗിയിലിറക്കിയ ഗയ പുസ്തകശാലേൻ്റെ സുഷിത് എന്ന് പറഞ്ഞ കുട്ടി, അവനെ എങ്ങനെയാണ് സ്നേഹം പറയാമെന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും ഞാൻ അക്കാദമിയിൽ വന്ന് പോകുന്ന സമയത്ത് അവൻ എന്നോട് ചോദിക്കും, ചേച്ചി ഒരു ബുക്ക് തരുമോ, ചേച്ചി ഒരു ബുക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞെട്ടും. ഈശ്വര, എത്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ കേരളം മുഴുവനുണ്ട്. എത്രയെത്ര പുസ്തകങ്ങൾ, എത്രയെത്ര അറിവിൻ്റെ കൂടാരങ്ങളായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അത്രയധികം അറിവ് പറയുന്നൊക്കെ പുസ്തകങ്ങൾ ഉണ്ടായിട്ടും എന്തിനാണ് ഈ കുട്ടി എന്നോട് പുസ്തകം ചോദിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും വിഷമിക്കും.
ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, കുറേ ആർട്ടിക്കിളുകൾ അവിടെ ഇവിടെയൊക്കെ എഴുതിയതുണ്ട് മോനെ, എന്നാൽ അത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകമാക്കിയത്. നല്ല അസൽ പുസ്തകം. അത് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇപ്പോഴാണ് അത് കണ്ടത്. മനസ്സ് നിറയും പോലെ അത്ര സൗന്ദര്യത്തിലാണ് ആ പുസ്തകം വെച്ചിട്ടുള്ളത്. അതിൽ ഈ പന്തം പിടിച്ച ചിത്രം തന്നെ വേണം മുഖചിത്രം എന്ന് കവറായിട്ട് എന്ന് അവൻ്റെ ആഗ്രഹമായിരുന്നു. അതിനൊക്കെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതിനേക്കാൾ വിട്ടിട്ട് ഈ പുസ്തകത്തിൽ എനിക്ക് യാതൊരു അവകാശവാദവും ഇല്ല. ഇവിടെ വന്ന് എന്നെ കേട്ട എല്ലാവരോടും സ്നേഹം പറയുക എന്നല്ലാതെ ഒന്നുമില്ല. ഇതിൽ കുറച്ച് ആഴത്തിലുള്ള 5-6 ലേഖനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചാർലി ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ARലെ ചാർലി എന്നോട് സുഭാഷിതം പറയാൻ, ആകാശവാണിയിൽ സുഭാഷിതം പറയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാനിതൊക്കെ സുഭാഷിതമൊക്കെ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകൾ പറയേണ്ട കാര്യമാണെന്നാണ് ഞാൻ അന്നും ഇന്നും വിചാരിക്കുന്നത്. ചാർലി എന്താ എന്നോട് സുഭാഷിതം പറയണമെന്ന് ഞാൻ അതിശയിക്കും. പിന്നെ അത് പറയാണ്ടിരിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ എഴുതിയുണ്ടാക്കിയ 6 സ്ക്രിപ്റ്റാണ് ഇതിൽ. ശ്രദ്ധയെക്കുറിച്ചൊക്കെ ഉള്ള ലേഖനം പറയുമ്പോൾ മനസ്സിന്ന് ഒരു അക്ഷരം പോലും ഞാൻ എന്താ പറയുക, വേറെ ഉള്ളിൽ നിന്നുള്ള അക്ഷരങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ചാർലിയോടും ജനയുഗം പത്രത്തിൽ കോളം എഴുതാൻ പറഞ്ഞിട്ട് അതും കൃത്യമായിട്ട് എഴുതാൻ പറ്റിയില്ല എനിക്ക്. അതിൽ എഴുതിയ കുറച്ച് ലേഖനങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ ഉള്ളടക്കമുള്ളത്. അവരോടൊക്കെ ഒരുപാട് സ്നേഹം. അതിനേക്കാൾ ഉപരി ഇവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഈ ഹാള് ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പക്ഷെ നിറച്ചും എന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യർ വന്നു. അവരോടൊക്കെ ഒരുപാട് സ്നേഹം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രതിസ്പന്ദനം നിർത്തുന്നു. നന്ദി. സുഷിത്തിന് പറയേണ്ടതുണ്ടാവും.